സ്പൈസി കുറഞ്ഞ ബീഫ് ബിരിയാണി നമ്മളിന്ന് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വെൽക്കം ടു ഷാലു ഡ്രീംസ്. അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു ബീഫ് ബിരിയാണി. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്റ്റാർ, ഒരു ഉണക്ക ഏലക്ക, 4-5 ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരല്പം ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലോട്ട് എടുത്തിരിക്കുന്നത് 2 സവോള, 2 തക്കാളി, അതുപോലെ തന്നെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈരും നമ്മൾ ആവശ്യത്തിനുള്ള തൈരും എടുത്ത് വെക്കാം. ഇനി ഒരു കുക്കറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തൈരും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയിൽ നിന്ന് ഒരല്പം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയിൽ നിന്ന് 1 തക്കാളി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സവാള അരിഞ്ഞതും ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 കഷ്ണം നാരങ്ങ, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി വെക്കാം. ഇനി കുക്കറിനകത്ത് വെച്ച് 1 വിസിലടിച്ചതിന് ശേഷം വളരെ സിമ്മിൽ 20 മിനിറ്റ് വേവിക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പട്ട, 2 ഗ്രാമ്പു, ഏലക്ക, ഇത്രയും ഇലയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വേവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരല്പം സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുക്കായി വരുന്ന സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരി ഇട്ടുകൊണ്ട് വിറക്കുന്ന സമയത്ത് നമ്മുടെ ചോറ് പൊടിഞ്ഞു പോകുന്നത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. 2 കപ്പ് അരിയിലോട്ട് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയം സിമ്മിലിട്ടിട്ട് വേണം അരി വേവിക്കാൻ. ചോറ് എല്ലാം ഒന്ന് കുക്കാവുന്ന സമയത്ത് വേണം നമ്മളിത് എടുത്തു വെക്കാം. ഒത്തിരി കുക്കാവരുത്, പക്ഷേ എല്ലാം കുക്കായിരിക്കണം. കടി മാറുന്ന രീതിയിൽ കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവോളയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവോളയിൽ നിന്ന് 1 സവോള ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയാണ് മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഓയിലാണ് നമ്മൾ ഇനി ഈ മസാലയ്ക്കായാലും ചോറിനായാലും യൂസ് ചെയ്യുന്നത്. അപ്പം സവോള ഫ്രൈ ചെയ്തത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി 1 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫ് അവിടെ വേവായിട്ടുണ്ട്. ബീഫിലൊരല്പം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കത് ഒരടുപ്പയിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കാരണം നമുക്ക് മസാലയിലോട്ട് വെള്ളത്തിന് ആവശ്യമില്ല. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് മിക്സായി മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് സവോള വഴറ്റിയതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിച്ചപ്പും കൂടെ കുക്കായതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ആക്കാവുന്നതാണ്. ബീഫിലൊക്കെ ഒത്തിരി ഉപ്പുണ്ടെങ്കിൽ നമുക്ക് മസാലയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മഞ്ഞൾ കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല സെറ്റ്. ഇനി നമുക്കിതൊന്ന് ദമ്മിടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒരല്പം എണ്ണ തടവി നമ്മൾ എന്ത് ചെയ്യാം, അടിയിൽ ചോറിട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ മസാല അടിയിൽ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. നല്ല ദമ്മിടുന്ന സമയത്തായാലും മസാല അടി പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. ഇതുപോലെ റൈസ് നമ്മൾ അടിയിലിട്ടാൽ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് നമ്മൾ മസാല ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ലെയറാക്കി ഇട്ട് കൊടുക്കാം. ഞാൻ ഒറ്റ ലെയറാക്കിയിട്ടേ ഇട്ടിട്ടുള്ളൂ. ഇനി ബീഫ് മസാല എല്ലായിടത്തും സെറ്റാക്കിയതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി റൈസ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ
അല്പം അല്പമായിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ ഇതിന് മുകളിലൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തതിന് മുകളിൽ ഇടാവുന്നതാണ്. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഈ മസാലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് ദം വയ്ക്കാം. ആവി പോകാത്ത രീതിയിൽ ദം വയ്ക്കാം. നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം ഇത് ഞാൻ ഇതുപോലെയാണ് മിക്സ് ആക്കുന്നത്. ചോറ് ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിലിട്ടിട്ട് മസാല നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ അടിയിലുള്ള റൈസിൽ ഈ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ മാറ്റി വെച്ച റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.